ഇതാണ് കേട്ടോ ഇതിലെ. അപ്പൊ പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുവെച്ചോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു സുന്ദരി. മോളുടെ പേരെന്താ? പേര് പറ. ചാനിയ. അപ്പൊ ചാനിയെ കുട്ടി ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിച്ച് നിൽക്കട്ടെ. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? നമ്മൾ ഈ ഇന്റർനെറ്റിൽ പല കമ്പനികളും കേട്ടിട്ടുണ്ട്, വളരെ പ്രശസ്തങ്ങളായ കമ്പനികൾ. ജിമെയിൽ കേട്ടിട്ടുണ്ട്, യാഹൂ കേട്ടിട്ടുണ്ട്, അതുപോലെ ഹോട്ട്മെയിൽ കേട്ടിട്ടുണ്ട്. ഈ ഹോട്ട്മെയിലിന്റെ സൂത്രധാരൻ ഒരു ഇന്ത്യക്കാരനാണ്. അല്ല മോനെ, നടക്കൂല. ഹോട്ട്മെയിലിന്റെ സൂത്രധാരൻ ഒരു ഇന്ത്യക്കാരനാണ്. ഹോട്ട്മെയിലിന്റെ മുതലാളി ആര്? അതാണ് ചോദ്യം. നമുക്ക് നമ്മുടെ അല്ല, അറിയോ ഹോട്ട്മെയിലിന്റെ മുതലാളി ആരാ? അതാണ് മലയാളത്തിലുള്ള ചോദ്യം. ഹോട്ട്മെയിലിന്റെ സൂത്രധാരൻ ഒരു ഇന്ത്യക്കാരനാണ്. ഒരു ഹൈറ്റുള്ള കണ്ണാടി വെച്ച സുന്ദരൻ ഊശാന്താടി. എന്താണ് പേരെന്താണ്? ജോണി. ജോണി എവിടെയാ? നാട്ടിലെവിടെയാ? ആലപ്പുഴക്കാരൻ ജോണി. എന്റെ ജോണിക്കുട്ട ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. എവിടെ? ഗിഫ്റ്റ് എവിടെ? ഷാർജയിലെ അൽമസായ ഓപ്റ്റിക്കൽസ് നൽകുന്ന ഒരു കിടിലൻ സൺഗ്ലാസ് ആണ്. ഇന്ന് വരും, നാളെ വരും, നാളെ വന്ന വരും ടോണിക്കുട്ട, എന്റെ ടോണിക്കുട്ട. അപ്പൊ നമ്മുടെ ചക്കരമുത്താണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ടോണിക്കാണ്. ആലപ്പുഴക്കാരനായ കണ്ണാടിക്കാരൻ ഊശാന്താടിക്കാരൻ ടോണിക്കാണ്. ഇനി ഒരു സമ്മാനം കൂടിയുണ്ട്. കന്യാകുമാരിയിലെ ബേവാച്ച് അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന 2 ഫാമിലി ടിക്കറ്റുകളാണ്. 1 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പൊ നാട്ടിൽ അപ്പൊ ഞാൻ ആൻസർ ഒന്നുകൂടി പറയാം. ഹോട്ട്മെയിലിന്റെ പിന്നണിയിൽ അല്ലെങ്കിൽ ഹോട്ട്മെയിലിന്റെ പിന്നെ ഒരു സൂത്രധാരൻ, ഇന്ത്യക്കാരനായ സൂത്രധാരൻ ആരാണ്? അല്ലെങ്കിൽ അതിന്റെ മുതലാളി ആര്? സബീർ ഭാട്ടിയ. ഒരുമിച്ചൊന്ന് ഉത്തരം പറയാം. സബീർ ഭാട്ടിയ. അപ്പൊ ഇനി ഒരു അടിപൊളി പാട്ട്. ഏതാ പാട്ട്? നമുക്കിവിടെ ഒരു പാട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? മുനീർ. എവിടുന്നാണ്? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പെന്ന് മുനീർ എത്തിയിട്ടുണ്ട് പാട്ട് പാടാനായിട്ട്. റെഡി? 1 2 3 രണ്ടും ഒന്നാണ് എന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ. എന്റെ ഫാത്തിമ ഈ മലയാളികളുടെ